സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് അടുക്കളയിൽ മാത്രം ഒതുങ്ങാത്ത പാചക മികവിന്റെ അരങ്ങ്. മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡമിക്സ്, ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ഖേത്ര. മറക്കാത്ത സ്വാദിന്റെ ഒരു പുത്തൻ പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ഡിഷിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നൗഷാദിക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ഡിഷിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയേണ്ടത്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ കണ്ടസ്റ്റൻസ് കുക്ക് ചെയ്യാൻ പോകുന്ന ഡിഷ് മട്ടൻ കുറുമ. അതെ, മട്ടൻ കുറുമ ആക്ച്വലി നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണോ? അല്ലല്ല, അത് ഷായ് കുറുമയാണ്. നമ്മൾ മട്ടൻ കുറുമ എന്ന് പറയുന്നത് ശരിക്കും മലബാറിന്റെ ഒരു അഭിമാന ഡിഷാണ്. അതെ, നമ്മൾ ഈ പണ്ട് തൊട്ടേ പ്രാചീന കാലം തൊട്ടേ മലബാർ തറവാടുകളിലൊക്കെ മട്ടൻ കുറുമ അത് ഈ ഒരു നല്ല തിക്കായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ വിരുന്ന് കൊടുക്കുന്നതൊക്കെ ഒരു ഡിഷാണ് മട്ടൻ കുറുമ. നല്ല റിച്ചാണ് ശരിക്കും പറഞ്ഞാൽ പല രീതി. അതായത് അതിൻ്റെ അകത്ത് തേങ്ങായും കശുകശും അരച്ച്, ചിലർ അണ്ടിപ്പരിപ്പ് പിന്നെ കൊണ്ടുവന്നപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്ത് നല്ല തിക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മട്ടൻ കുറുമ. മട്ടൻ എന്ന് പറയുന്നത് നോൺ വെജിലൊരു അതിന്റെ കിങ് ആണ്. അപ്പൊ ഹീറോയാണ്. കിങ്ങും തറവാടിയും കൂടി ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇന്നിവിടെ. എന്തായാലും നമുക്ക് മട്ടൻ കുറുമ ഇവര് പ്രീ കുക്കിംഗ് സെഷനിൽ എങ്ങനെയൊക്കെയാണ് മട്ടൻ കുറുമയുടെ പണിപ്പുരയിൽ എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടിയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനക്കായി. ഇതിപ്പോ ഞങ്ങൾ സന്തോഷരാണ് സിനിമയില് അഭിരാമി ജയറാമിന് സാമ്പാർ ഉണ്ടാക്കി കൊടുത്ത ഫീൽ എനിക്കിത് കാണുമ്പോ. കാറ്റേ നീ വിശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എന്റെ ജീവന്റെ ജീവനിപ്പോ. എന്തായാലും മട്ടൻ കുറുമ പ്രീ കുക്കിംഗ് സെഷനിൽ അവർ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കുറച്ച് പണിയുള്ള കേസാണെന്ന് എന്തായാലും മനസ്സിലായി. അതിൽ നിന്നും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന 6 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നുള്ളത് എൻ്റെ ഈ എൻവലപ്പിൽ വളരെ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആരാണെന്നങ്ങ് അനൗൺസ് ചെയ്താലോ അല്ലെ? അപ്പൊ എല്ലാവർക്കും അറിയാം, പ്രീ കുക്കിംഗ് സെഷനിൽ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിന്റെ ബേസിസിൽ ടോപ്പ് പൊസിഷനിൽ വന്ന് നിൽക്കുന്ന 6 കണ്ടസ്റ്റൻസ് ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ 6th പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ദുബായ്ക്കാരൻ മാപ്പിള നൗഷാദിക്ക. ഈ റൗണ്ടിൽ വന്നില്ലെങ്കിൽ, നൗഷാദിക്കൊക്കെ വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതെ അതെ, കുറച്ചു കാലമായി ഈ എപ്പിസോഡിലൊക്കെ വരുന്നുണ്ട്, വന്ന് വെല്ലുവിളിച്ച് വെറുതെ അങ്ങോട്ട് പൊങ്ങുന്നില്ല. എന്നാ വായടച്ച് മിണ്ടാതിരിക്കും, അതുമില്ല. വെല്ലുവിളിയും ബഹളവും വല്ല കാര്യമുണ്ടോ? നമ്മൾ വെല്ലുവിളിച്ചാലും നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അവസാനം കപ്പും കൊണ്ട് പോകും. അതല്ല, ഈ നൗഷാദ് ഭായിയെ സംബന്ധിച്ച് പറഞ്ഞാല് പ്രൈസ് കിട്ടുന്നതല്ല പുള്ളിയുടെ പ്രശ്നം. പുള്ളി പങ്കെടുക്കുക, അതാണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവരൊക്കെ ആർക്ക് കിട്ടിയാലും എനിക്ക് ഷെയർ ഉണ്ട്. എന്തായാലും നൗഷാദിക്ക, ഓൾ ദി ബെസ്റ്റ്, അടിച്ചു പൊളിക്കുക. ഇനി 5th പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് സജ്ന സുലൈമാൻ. ഈ ഡിഷിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സജന പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ആദ്യമേ ഫ്രിഡ്ജിൽ വെച്ച കുറുമ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആണോ? അപ്പൊ ആ കഥ ഞങ്ങൾക്ക് കൂടി ഒന്ന് കേൾക്കണം. എന്താണ് കുറുമയുടെ കഥ? അല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നപ്പോ, ആര് വീട്ടിൽ വന്നപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോ, അതാ ഹസ്ബൻഡിന്റെ പേര് അമീൻ എന്നാണ്. മാപ്പിള വീട്ടിൽ വന്നപ്പോ എന്നിട്ട് ഫസ്റ്റ് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല.
അപ്പം ഫുഡ് എനിക്ക് ഭയങ്കര ടെൻഷനായി, ഉമ്മക്കൊക്കെ ഭയങ്കര ടെൻഷനായി. അപ്പോൾ എന്താക്കി, ഞാൻ ഫ്രിഡ്ജിലുള്ള ഉമ്മ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു കുറുമ ഇടിയപ്പം, ഞാനത് ചൂടാക്കി കൊടുത്തു. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതൊന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടാക്കിയതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. കിട്ടിയ അവസരം ഞാനങ്ങ് മുതലാക്കി. ഞാൻ കള്ളവും പറഞ്ഞിട്ടില്ല, എന്നാ ഞാൻ സത്യം പറഞ്ഞിട്ടില്ല. അതെ അതെ. പിന്നെ എന്റെ കുട്ടികളുടെ ഫേവറേറ്റാ മട്ടൻ കുറുമ. ഇപ്പൊ കുറുമ ഉണ്ടാക്കാൻ പഠിച്ചു. പഠിച്ചു, കുറുമ ഉണ്ടാക്കാൻ പഠിച്ചു. കുറുമയിൽ ഇപ്പൊ എക്സ്പേർട്ട് ആണ്, ഫേവറേറ്റ് ആണ്. അതെ. പിന്നെ ഉപ്പാക്ക് കേറ്ററിംഗ് ആണ്, അപ്പൊ അതില് ഫേമസ് ഇതാണ് മട്ടൻ കുറുമ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമ്മുടെ 4th പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് സോണി ഷമീർ. മട്ടൻ കുറുമയിൽ സെലക്ട് ആയിരിക്കുകയാണ് വീണ്ടും, അല്ലെ? നമ്മള് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സില് നമ്മുടെ കുക്കിംഗ് ഇതിലേക്കൊക്കെ വന്നെങ്കിലും നമ്മുടെ എപ്പോഴും കാണുന്ന സോണി ചേച്ചിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടില്ല, അല്ലെ? പക്ഷെ ഇന്ന് അതൊന്നും അല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രഷ് മൈൻഡ് ഒക്കെയാണ്. ഇന്ന് ഞങ്ങൾ പൊളിക്കും, അല്ലെ? കേരളത്തിന്റെ മസാലയുടെ മോഡലായിട്ട് തിളങ്ങിയ ആളാണ്. അതെ, സോണി ചേച്ചിയുടെ റെസിപ്പിയാണ് ഇപ്പൊ മേളം മസാല പാക്കറ്റിലൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പോ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. ഇനി 3rd പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് സഫൂറ റഹ്മാൻ. ഞാൻ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഞാൻ പറയൂ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ പറയൂ. ഈ ഭാഗ്യമുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. അതെ, വളരെ ഭാഗ്യമുള്ള ഒരു, കാരണം ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിലും കുക്കിങ്ങില് വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അതുപോലെ ഈ ഇടയ്ക്ക് നമ്മുടെ എപ്പിസോഡ് വിന്നർ ആയിരുന്നു ആദ്യമായിട്ട്. അപ്പൊ ആ ചരിത്രം വീണ്ടും റിപ്പീറ്റ് ആക്കുവോ? പിന്നെ ശ്രമിക്കാം. അങ്ങനെ 2nd പൊസിഷനിൽ ഇന്നത്തെ എപ്പിസോഡിൽ കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത് റസീല ചേച്ചി. റസീല ചേച്ചി സാധാരണ നമ്മുടെ എല്ലാ എപ്പിസോഡിലും ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളെ ഇങ്ങോട്ട് കാണാനില്ല, അല്ലെ? ആ എല്ലാവർക്കും ഒരു വിശ്രമമൊക്കെ വേണം, അല്ലെ? വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നേക്കാണ്. അത് പക്ഷെ ഏറ്റുമുട്ടാൻ നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര ശക്തിയുള്ളവരാണ്. അതിപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശക്തിയുള്ളവര് തന്നെ. അല്ല, അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ എപ്പിസോഡ് ഷൂട്ട് തുടങ്ങിയ, നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് പലരും അത്ര ഇതായില്ലായിരുന്നു. ചിലരൊക്കെ ഭയങ്കര ഉസ്താദ്. പക്ഷെ ഇതൊരു അങ്ങോട്ടും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ജ്യോതിക പോലും, അല്ലെങ്കിൽ ആരോമല്, ഫിജി, ഇവരൊക്കെ ഈ വലിയ പഴക്കം ചെന്നതിനേക്കാൾ മേളിലോട്ട് അവര് ചെയ്തിട്ടുണ്ട്, റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത് എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകമാണ്. ഓൾ ദി ബെസ്റ്റ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ, അതായത് പ്രീ കുക്കിംഗ് സെഷനിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് മേടിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ കമ്പീറ്റ് ചെയ്യാൻ വരുന്ന 1st പൊസിഷനിൽ എത്തി നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ദീപ്തി മേനോൻ. എന്തൊക്കെ ഗവേഷണം നടത്തി ഈ മട്ടൻ കുറുമയ്ക്ക് വേണ്ടിയിട്ട്? ഏതെങ്കിലും താളികളൊക്കെ എന്തെങ്കിലും വല്ലതും കിട്ടിയോ? ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ്, എന്താ അറിയോ, ഇത്രയും പേരുടെ വന്നതിന്റെ എക്സൈറ്റ്മെന്റ്. പ്രത്യേകിച്ച് നൗഷാദ് ഖാൻ എപ്പോഴും എന്റെ അടുത്ത് പറയാറുണ്ട്, നമ്മുടെ കണ്ടസ്റ്റന്റ് നൗഷാദ് ഖാൻ, നിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാനാ ഞാൻ വരുന്നത്, ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട്. അത് പന്നാണല്ലോ ഈ മനുഷ്യനെ പണി. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചിലരെ വെല്ലുവിളിക്കുക, ചിലരെ തോപ്പിക്കുമെന്ന് പറയാ. ഞാൻ നിന്നെ കടത്തും പറഞ്ഞിട്ടാണ് വരുന്നത്. അമ്പേ, അപ്പം വൻ വെല്ലുവിളിയാണ് കേട്ടോ. എന്തായാലും ഇന്നാണ് ശരിക്കും കാവിലെ പാട്ട് മത്സരം. അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കിടിലൻ ഡിഷ് മട്ടൻ കുറുമ, അത് കമ്പീറ്റ് ചെയ്യാൻ പോകുന്ന 6 കണ്ടസ്റ്റൻസും നമ്മുടെ മുന്നിൽ ഇപ്പൊ ഉണ്ട്. അപ്പോ 6 പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് വരട്ടെ, അരങ്ങ് അടുക്കളയാവട്ടെ.
എന്തായി? ഞാൻ ചെറിയുള്ളിയിൽ അതിൻ്റെ ഗ്രേവി കുറുമ ചെയ്യുന്ന, പിന്നെ പൊട്ടറ്റോ ഉണ്ടല്ലോ അതും ഒന്ന് വറുത്തിട്ടിട്ട് ഇടുന്നുണ്ട്, വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നു. ഇത് കുറച്ച് റിച്ച് ആയ, പുഴുങ്ങോട്ട് വറക്കോ അതോ ഡയറക്റ്റ് വറക്കോ? ഞാൻ ഡയറക്റ്റ് ആയിട്ട് വറക്കും. അപ്പോൾ കുറച്ചുകൂടി അത് എനിക്ക് അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം കുത്തുന്ന മസാലയൊന്നും ഇട്ടിട്ടില്ല, ചെറിയ തരത്തിലുള്ള മസാലാസ് ഇട്ടിട്ടുള്ളൂ. ഉള്ളിയൊക്കെ വഴറ്റി, ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും, അത് ഞാൻ ഇഞ്ചി ഉപയോഗിക്കാറില്ല, അതും പച്ചമുളകും കുരുമുളകും, പിന്നെ ഇത് മട്ടൺ ഇതാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കാഷ്യൂവിൻ്റെ പേസ്റ്റും തേങ്ങാപ്പാൽ. എന്താണ് സൈഡ്? സൈഡ് പൂരിയാണ്. ഇത് മുട്ടമാല മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്. ഇവിടെ എല്ലാം റെഡിയായി. ഇപ്പം ലാസ്റ്റ് ഇനിയിപ്പം ഇത് താളിച്ചതിനകത്തോട്ട് ഒഴിക്കണം. ലാസ്റ്റ് ഗാർണിഷിംഗ് ആണ്. ഇനി അപ്പം ഉണ്ടാക്കണം. ഓ, സൈഡ് ഇനി ഉണ്ടാക്കാം. പക്ഷെ കുറുമ നമ്മുടെ മെയിൻ ഡിഷ് റെഡിയാണ്. അല്ല, കുറച്ചുകൂടി ഗാർണിഷിംഗും കൂടെ. ഫൈനൽ സ്റ്റേജാ. അതെ. പിന്നെ അപ്പം എന്ന് പറയുന്നത് പാലട എന്ന് പറയുന്ന സാധനമാണ്. പാലട. കഴിഞ്ഞു തേങ്ങാപ്പാൽ ഒഴിച്ചു കുറുകി ഓഫും ചെയ്യും. ഇക്കയുടെ പിന്നെ നൗഷാദ് ഇക്കയുടെ പ്രത്യേകത തന്നെ അതാണല്ലോ, ഭയങ്കര ഫാസ്റ്റ് കുക്കിങ്ങിന്റെ ആളാണ്. അത് ഞങ്ങളെ ആണുങ്ങൾക്കൊക്കെ ഭയങ്കര ഫാസ്റ്റ് അല്ലേ? നെയ്ച്ചോറ് വെച്ചു, ഇത്തിരി ഉള്ളി അതിൽ ഗാർണിഷ് ചെയ്യാൻ വറക്കണം, പപ്പടം പൊരിക്കണം, കുറുമയായി, എല്ലാം റെഡി. ചോറ് റെഡിയായി എന്ന് പറ. ചോറ് റെഡിയായി. ചോറ് റെഡി അല്ല, അങ്ങനെയല്ല, കഴിക്കാൻ ഉച്ചയ്ക്ക് ഊണ് റെഡിയായി, നിങ്ങൾ വന്നാൽ മതി. നല്ല മണവും. നല്ല മണം. ചെറിയ ജീരകം, തേങ്ങയുടെ കൂടെ കറിവേപ്പിലയുടെ ഒക്കെ. അതെ, കാണാനും ഒരു ആ ടെക്സ്ചറൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അതിന് സൈഡ് മട്ടന്റെ ബ്രെയിൻ ഫ്രൈ ചെയ്തിട്ട്, എന്താ പിന്നെ ഗീ റൈസും. ബ്രെയിൻ കാണിച്ച് നമ്മളെ വീഴ്ത്തുകയാണോ? മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡിമിക്സ്, ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൈത്രയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കുക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡിഷ് മട്ടൻ കുറുമ അല്ലേ? അപ്പൊ അടിപൊളി തേങ്ങാപ്പാലിന്റെയും അതിലിട്ട ആ സ്പൈസസിന്റെ ഒക്കെ സ്മെല്ല് ഇവിടെ ഇങ്ങനെ പാറി പറന്നൊക്കെ നടക്കുകയാണ്. വളരെ ശരിക്കും പറഞ്ഞാൽ ഈ കുറുമയുടെ മണം അടിച്ചാൽ തന്നെ കഴിക്കണ്ട, വയറ് നിറയും. സത്യം. അങ്ങനെ ഒരു വളരെ സട്ടിലായ അന്തരീക്ഷത്തിൽ നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ ഡിഷിന് അനുയോജ്യമായ ഗസ്റ്റുകളാണ്. അതെ, ഇന്നത്തെ ഡിഷിന് വളരെ അനുയോജ്യമായ ഗസ്റ്റുകളാണ്. കാരണം ഇത്രയും സട്ടിലായ സുന്ദരമായ ഒരു അന്തരീക്ഷമാണ്. മാത്രല്ല ഇന്ന് നമുക്കൊരു കപ്പിളാണുള്ളത്, ഒരാളല്ല. നമ്മുടെ സെലിബ്രിറ്റി എന്താ പറയാ, ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ പറയണോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ നജീം അർഷാദ്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സസ് നജീം അർഷാദ്. ഹലോ, മേളം മറക്കാത്ത സ്വാദിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലതായിട്ട് പോകുന്നു, നല്ല വിശേഷമാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഷോയിൽ വരാൻ പറ്റിയതിൽ. സാധാരണ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഷോയ്ക്കാണ്. അതെ, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഷോയ്ക്കൊക്കെ. പക്ഷെ ഇങ്ങനെ ഒരു കുക്കറി ഷോയില് ആദ്യമായിട്ടാണ്. അതിന്റെ സന്തോഷമൊക്കെ മുഖത്ത് കാണാനുമുണ്ട്, ഇല്ലല്ലേ? അല്ലേ ഇക്ക? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാളും നജീമിക്ക തന്നെ ചേച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു. അപ്പൊ ഇങ്ങനെ ഒരു ഷോ ആയത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് വരാൻ ചെറിയൊരു പേടിയാണ്. കാരണം 6 പേര് ഉണ്ടാക്കുന്നുണ്ട്, 6 പേരുടെ കഴിക്കാൻ വേണം. അപ്പൊ ആദ്യം ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ കൊടുക്കാം. അപ്പൊ ഇതിന് ആധികാരികമായി കുറച്ചും കൂടെ അല്ലേ? അതെ, അതിനെ കുറിച്ച് വിവരമുള്ള ആൾക്കാർ കൂടെ ഉള്ളത് നല്ലതാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ഇത് തസ്നി എന്നാണ് പേര്. അവൾ ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ അവളെ കൂടെ കൂട്ടി. അപ്പൊ പല്ല് പോയാലും പ്രശ്നമൊന്നുമില്ല. പരിപാടിക്കൊക്കെ പോയി പല്ലെങ്ങാനും ആരെങ്കിലും അടിച്ചു തെറിപ്പിച്ചാലും അപ്പൊ തന്നെ സംഗതി ഫിക്സ് ചെയ്ത് എടുക്കാം അല്ലേ? അപ്പൊ വളരെ വളരെ ചിന്തിച്ച് മാത്രമാണ് ജീവിക കല്യാണം കഴിച്ചിരിക്കണം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. തസ്നി, വെൽക്കം ടു മേളം മറക്കാത്ത സ്വാദ്.
അപ്പോൾ നമ്മുടെ കുക്കറി ബേസ്ഡ് ഷോ ആണ്. ഓബ്വിയസ്ലി കുക്കറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ തസ്നിയിലേക്ക് വരത്തുള്ളൂ. പറഞ്ഞോളൂ, എങ്ങനെയാണ് കുക്കിങ്ങിലൊക്കെ? വീട്ടില് ഡെയിലി കുക്കിംഗ് ഉണ്ടോ? ഡെയിലി കുക്കിംഗ് ഉണ്ട്. കല്യാണത്തിന്റെ മുന്നേ ഒന്നും ഇല്ലായിരുന്നു, പഠിക്കുന്ന ടൈമായുണ്ട്. പിന്നെ ഇക്കയ്ക്ക് ഇങ്ങനെ ഒരു ഭക്ഷണം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ല, ഇക്കയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കും. മീൻകറി ഇഷ്ടാ, മുളകിട്ട മീൻകറി ഇഷ്ടാ, മട്ടൻ കറി ഇഷ്ടാ. ഇന്ന് പൊളിക്കും. ഇന്ന് നമുക്ക് മട്ടൻ കുറുമയാണ് എന്തുകൊണ്ടും ഇഷ്ടമാണ്. മട്ടൻ കുറുമയൊക്കെ ഇഷ്ടമാണ്. പുള്ളിക്കാരത്തിയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? നല്ലോണം കുക്ക് ചെയ്യണം. നല്ലോണം കുക്ക് ചെയ്യും. കാരണം നമുക്ക് തന്നെ കാണാനുണ്ട്, നമ്മൾ പണ്ട് കണ്ടോണ്ടിരുന്ന നജീമിക്ക എങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നജീമിക്ക ആകെ മൊത്തം ഒന്ന് വികസിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാന് ജിമ്മിലൊക്കെ പോയി തടിയൊക്കെ കുറച്ച് ഇപ്പം ഇതിൽ ഇപ്പൊ അല്ലേ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് അവസാനിക്കുമെന്നാണ് എന്റെ ഒരു കുറച്ച് വിശ്വാസല്ലേ? അടുക്കളയിൽ വല്ലതൊക്കെ സഹായിക്കാറുണ്ടോ? നല്ല ഹെൽപ്പ് നല്ല ഹെൽപ്പ് സകല പണിയൊക്കെ അടുക്കളയില് നല്ല സഹായിക്കാറുണ്ട്. എല്ലാം ഒരുക്കി തരും, അരച്ചു തരും, അടുപ്പത്ത് വെക്കും. എനിക്ക് ഒരു കാര്യം അറിയോ, 2 മിനിറ്റ് കൊണ്ടൊക്കെ തേങ്ങ തരുമെന്ന ആളാണ്. തേങ്ങ തരുന്നതില് ഈ ലോകത്ത് വേറെ ആരും ഇല്ല. കണ്ടോ? അപ്പൊ നമുക്ക് അത് എന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു ചെരവയും അത്യാവശ്യമായിട്ടൊരു തേങ്ങയുടെ മുറിയും കിട്ടുമോ? ഇത് പല പുരുഷന്മാർക്കും കലാകാരന്മാർക്കും ഗായകർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞങ്ങൾ ഒരു മാതൃകയാവട്ടെ. അതെ, ഒരു മാതൃകയാവട്ടെ. റെഡി, 1 2 3 ഗോ. ഒരു എക്സ്പെർട്ടാ എന്റെ പള്ളി. വേറെ പ്രോഗ്രാമോ പാട്ടൊന്നും ഇല്ലാത്ത ദിവസമാണ്. മോൻ എന്റെ കൂടെ വാ. കണ്ടോ, പുതിയൊരു തൊഴിൽ മാർഗം കൂടി തുറന്നു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നൗഷാദ് ഇക്കയുടെ കാറ്ററിംഗ് സർവീസിലേക്ക്. ടൈം തന്നെയല്ല, എന്ത് പെർഫെക്റ്റ് ആയിട്ടാ. എന്ത് പെർഫെക്റ്റ്. അപ്പൊ എന്തായാലും നജീമിക്കയുടെ തന്നെ റെക്കോർഡൊക്കെ തകർത്ത് നിൽക്കുന്ന ഈ ഒരു വേളയിൽ, ഈ ഒരു സന്തോഷ വേളയിൽ നമുക്കൊരു പാട്ടായാലോ? മുളച്ച 3 ഇല വിടലാം, തരുവ മുളക അഴകി മെടലാം, വിരല് വെണ്ടയ്ക്ക ഉൻ കാത് അവരയ്ക്ക. മുളച്ച 3 ഇലയ വിടലാം, തരുവ മുളക അഴകി മെടലാം, വിരല് വെണ്ടയ്ക്ക ഉൻ കാത് അവരയ്ക്ക. മൂക്ക് മുളക മുക്കുത്തി കടുക കനിந்த കായ്തോട്ടം നീതാനാ. മൂക്ക് മുളക മുക്കുത്തി കടുക കനിந்த കായ്തോട്ടം നീതാനാ. എന്തൊക്കെ പറഞ്ഞാലും തെസ്റ്റിയുടെ മുഖത്ത് നോക്കി മലക്കറിക്കട നീയല്ലേ എന്ന് ചോദിച്ചത് വളരെ മോശമായി പോയി. ഇത് ശരിക്കും കുറച്ചു മുമ്പേ സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു ഷോ വരുമ്പോഴത്തേക്കും ഒരു പാട്ട് എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ലിറിക്സ് ഒക്കെ നോക്കി പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിത് നിന്നെ നോക്കി പാടാമെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിയാണ്, ഇതൊക്കെ മോശമല്ലേ, ടി വി കൂടെ ആൾക്കാർ കാണുന്നില്ലേ. അപ്പം അതല്ല, എന്റെ മൂക്കും മറ്റേ വെണ്ടക്കയും മുളകൊന്നും അല്ല. പക്ഷെ ഒരു കാര്യം ടെസ്റ്റ് മനസ്സിലാക്കണം, നമ്മളൊരു കുക്കിംഗ് ഷോയിൽ വരുമ്പോ പാട്ടില് വെണ്ടയ്ക്ക കത്തിരിക്ക എന്നൊക്കെ ഉള്ളത് വളരെ നല്ലതാണ്. അനുയോജ്യമായ പാട്ട് സെലക്ട് ചെയ്യും. എന്തായാലും നജീമിക്ക അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവിടെ കുറുമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് ഫിനിഷ് ചെയ്യാനുള്ള ടൈമും കൂടി നമുക്ക് കൊടുക്കാം. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന ഉദ്ദേശം നമുക്ക് നടത്താം. എന്തായാലും വേണം. മേളം മറക്കാത്ത സ്വാദ presented by Medimix, gift sponsored by K3യുടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കുക്കിംഗ്, അതായത് മട്ടൻ കുർമ ഉണ്ടാക്കാനുള്ള ടൈം ഒക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ കൊടുത്താലോ? സോ ഹിയർ വി ഗോ. 5 4 3 2 1 and start.
പാട്ട്, സ്ഥിരമായി കേൾക്കുന്ന പാട്ട്, കണ്ണിനുള്ളിൽ നീ കൺമണി ഉണ്ടല്ലോ, രണ്ടുപേരും ഒന്ന് പാടിത്തരുമോ? എന്റെ മോൾക്ക് ഒന്ന് പാടുമോ? ദീപ്തി ചേച്ചിയുടെ മകൾക്ക് വേണ്ടി, അതെ, അവൾക്ക് വേണ്ടി സംഗമിത്ര അവളുടെ ഫേവറേറ്റ് സോങ് നജീമിക്ക പാടിയ പാട്ടാണ്. അപ്പൊ അതൊന്ന് രണ്ടുപേരും. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ, മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ, ദിഗുദാനാദീം താന ദിഗുദാനാദീം താന ദിഗുദാനാദീം താനാനാനാ. ഭയങ്കര സന്തോഷായി. എങ്ങനെയുണ്ട്? ടേസ്റ്റി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടു? അപ്പൊ ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതാണോ? കറക്റ്റ് ആണോ? നന്നായിട്ടുണ്ട്. അതെ, നന്നായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. എല്ലാ കുറുമായും ഒന്നിനൊന്ന് മെച്ചം. അതാ. അയ്യോ, എന്തത്? ഹൃദയമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഹൃദയം വെറുതെ അല്ല, പൊരിച്ചു തന്നിരിക്കുക. ഹൃദയം വറുത്തത് ആയിരിക്കും ഭയങ്കര വിഷമം. എനിക്ക് ഒരു വിഷമവും ഇല്ല, എനിക്കത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമാണ്. നല്ല ഫ്ലേവേഴ്സ് ഒക്കെയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഒക്കെ നല്ലുണ്ട്. അത് കറക്റ്റായിട്ട് ആ ഫ്ലേവർ അറിയുന്നുണ്ട്. ആറും ഭയങ്കര റിച്ച് ഇൻ ഫ്ലേവർ. ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. ഒരു പാട്ട് പാടിത്തരണം. എല്ലാരും എനിക്കിട്ട് പണിയാണല്ലോ. അതാണ്, അതായത് എന്റെ മട്ടൻ കറിയും റൈസും ഒക്കെ തിന്ന് ഇനി എനിക്കൊരു പാട്ട് പാടി. അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീണം, മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശും, മെല്ലെ ഞാൻ മെല്ലെ മെല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കുക്കിംഗ് മട്ടൻ കുറുമ ഇവരെല്ലാരും ഉണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങളത് ഓടി നടന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇനി നമ്മുടെ കണ്ടസ്റ്റൻസിന് കൂടി ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. സോ ഫെലോ കണ്ടസ്റ്റൻസ്, പ്ലീസ് കം ഫോർവേഡ്. മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡിമിക്സ്. ഞങ്ങളുടെ ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കേത്രയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കുക്കിംഗ്, ടേസ്റ്റിംഗ്, ഇവാലുവേഷൻ, തേങ്ങ തിരുമൽ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് അതെ വന്നായി പോയി അത്. പക്ഷെ അത് പൊളിച്ചു. അപ്പൊ നമ്മുടെ ഈ റൗണ്ടിന്റെ ടോപ്പ് 3 വിന്നേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോ ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. തേർഡ് പൊസിഷനിൽ എത്തി നിൽക്കുന്നത് സഫൂറ റഹ്മാൻ. പ്രതീക്ഷിച്ചില്ല. ശരി പോട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ തന്നിട്ടുണ്ട്, പ്രതീക്ഷിച്ചില്ലെങ്കിലും. അതാണ് ഞങ്ങളുടെ സ്നേഹം. സഫൂറ ചേച്ചി, കൺഗ്രാറ്റുലേഷൻ. ഇനി നമുക്ക് നോക്കാം ഈ റൗണ്ടിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നു നിൽക്കുന്നത് ആരാണെന്ന്. സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ സ്വന്തം നൗഷാദിക്ക. സന്തോഷായില്ലേ? ഇപ്പോഴാണ് എനിക്കൊരു തൃപ്തിയായത്. സമാധാനായി. സർപ്രൈസ് ഡിഷിൽ ഒരു പിടുത്തം കൂടി പിടിച്ചാൽ. അതെ, നമ്മളെ എപ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ സെക്കൻഡ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നവരാണ് സർപ്രൈസ് ഡിഷ് പൊളിച്ചടുക്കി ഏത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോണം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സോട് കൂടി ഫസ്റ്റ് പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ആരാണ് എന്നാണ്. ഫസ്റ്റ് പൊസിഷനിൽ വി ഹാവ്
റസീല ചേച്ചി. അപ്പൊ ഒരു 1.5 വരവ് തന്നെയായിരുന്നു അല്ലേ? തിരിച്ചു വരവ് ഗംഭീരമായി. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല, കാര്യം ഇവരൊക്കെ ഭയങ്കര ഈ കുർമ എന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങ നമ്മൾ ഇച്ചിരി തിക്കായിട്ടുള്ളൊരു ഡിഷാണ്. മറ്റേ ഇച്ചിരി ഇപ്പം ദീപ്തിയുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതൊരു സ്റ്റൂ പോലായി, പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു സ്റ്റൂവിൻ്റെ ഒരു ടെക്സ്റ്റായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നജീമാണേലും വൈഫാണേലും ഒക്കെ കഴിച്ചപ്പം തന്നെ എന്നോട് പറഞ്ഞ് ആ ഒരു കുറുമാടെ ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്തു. അപ്പം ഞങ്ങളെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിലും അതിൻ്റെ സ്വല്പം തിക്ക് കൂടിപ്പോയി എന്നുള്ളൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ടേസ്റ്റിൻ്റെ ഒക്കെ പക്ഷെ ആ ടേസ്റ്റിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റ് ആയിരുന്നു. കൊഴുപ്പും ആ ഒരു തിക്നെസ് ഒക്കെ നല്ലായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞ ബാക്കിയുള്ളവരാരും മോശമല്ല കേട്ടോ, ഉഗ്രനായിരുന്നു. പക്ഷെ ഇതിൽ നമുക്കത് അല്ല, എല്ലാ ഡിഷും എല്ലാവരും ഉണ്ടാക്കുന്നത് അപാര രുചിയാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ചില ഡിഷ് ചിലതുമായിട്ട് പേര് നമ്മൾ അനർത്ഥമാക്കുന്ന രീതിയിൽ ചിലത് വരും. ഇപ്പം ദീപ്തിയുടെ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്, നമുക്ക് അതൊരു എന്ത് കഴിക്കാനും നല്ലതാണ്. പക്ഷെ ഇറ്റ്സ് എ സ്റ്റൂ. അപ്പൊ എന്തായാലും റസീല ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. വിന്നിംഗ് ഡിഷിന്റെ റെസിപ്പി എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഇതാണ് നമ്മുടെ വിന്നിംഗ് റെസിപ്പി. മട്ടൻ കുറുമ. മട്ടൻ, ഗ്രാമ്പൂ, ഏലക്ക, കറുവയില എന്നിവ ചേർത്ത് 2-ാം പാലിൽ വേവിക്കുക. ഒരു പാനിൽ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയിട്ട് നന്നായി വഴറ്റിയതിനു ശേഷം വേവിച്ച മട്ടൻ ചേർക്കുക. ഇതിലേക്ക് വേവിച്ച കശുവണ്ടി 1-ാം പാലിൽ അരച്ച മിശ്രിതം ചേർക്കുക. കുറുകി വരുമ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തതിനു ശേഷം ചെറിയ ഉള്ളി നെയ്യിൽ വഴറ്റി അലങ്കരിക്കുക. അങ്ങനെ നമ്മുടെ മട്ടൻ കുറുമ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തിരുമാൻ തേങ്ങകൾ ഇനിയും ഉണ്ട്, പക്ഷെ എന്നാലും ഞങ്ങള് ബുദ്ധിമുട്ടിക്കേണ്ടതില്ല, പാവല്ലേ അല്ലേ? അതുകൊണ്ട് തേങ്ങ തിരുമണ്ട ഒരു പാട്ട് പാടിക്കോ. സുവർണ അവസരം. ഒക്കെ വളരെ സന്തോഷം ഇങ്ങനൊരു ഷോയിൽ വരാൻ പറ്റിയതിൽ. തുടക്കം ഇങ്ങനെ തിരുമിച്ചാലും അവസാനം നല്ല നല്ല ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. പാട്ട് പാടാല്ലേ? ഞാൻ ആദി എന്ന സിനിമയിൽ ലാസ്റ്റ് ഇറങ്ങിയ അതിലൊരു പാട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ പാട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ട്. അപ്പം അതിൻ്റെ ഒരു 4 വരി പാടാം. ഓക്കെ. ഓഹോ മിഴിയോരം പനിനീർ മണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം. എങ്ങോ പൊഴിയും നേരം എന്തേ ഹൃദയം തേങ്ങി. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നിലാവലയോ പനിനീർ മണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം
ഈ സിനിമയിൽ പ്രണവ് ഈ പാട്ടിലാണ് പാടി തുടങ്ങുന്നത്. മാത്രമല്ല വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ പാട്ട് പാടാൻ പറ്റിയതിൽ അത് സ്പെഷ്യൽ അനിൽ ജോൺസൺ ചേട്ടനോടും ജീത്തു ജോസഫ് സാറിനോടുള്ള ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി പറയുവാണ്. അത് ഇവിടെ നജീമിക്കനെ കൊണ്ട് തന്നെ പാടിച്ച ലൈവായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയത് ഞങ്ങളുടെയും വലിയൊരു ഭാഗ്യം. മറക്കാതെ സാദിന്റെ ഒരു അനുഗ്രഹമായി. അതെ, രണ്ടുപേരും ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഇത്രയും നേരം അടിച്ചു പൊളിച്ച് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് വീണ്ടും വീണ്ടും വരിക. നജീംക, ഇതുപോലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ, ഇനിയും കൂടുതൽ കൂടുതൽ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ കരിയറിൽ ഉണ്ടാവട്ടെ. ലൈഫിൽ ഇതുപോലെ ഒത്തിരി ഒത്തിരി സന്തോഷം ഉണ്ടാകട്ടെ. രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മേളം മറക്കാത്ത സ്വാദ പ്രസന്റഡ് ബൈ മെഡിമിക്സിൽ. അടുത്തതായി നമ്മുടെ എപ്പിസോഡിന്റെ സെക്കൻഡ് റൗണ്ട് ഓഫ് കുക്കിംഗ് സെഷനിലേക്ക് നമ്മൾ കടക്കാണ്. നമ്മുടെ സർപ്രൈസ് ഡിഷ് റൗണ്ട്. ഇന്നത്തെ നമ്മുടെ സർപ്രൈസ് ഡിഷ് ചക്ക ചിക്കൻ അല്ലേ? അതാണ് ചക്കയും ചിക്കനും. ചക്കിക്കത്ത് ചങ്കരൻ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിപ്പോയി ചക്കയും ചിക്കനും. ചിക്കൻ. അതെ, സാധാരണ നമ്മള് ഈ കപ്പയും മീനും കഴിക്കുന്നത് പോലെ ചക്കയും മീനുമായിട്ട് കഴിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ചക്കയും ചിക്കനും അങ്ങനെ കേട്ടിട്ടില്ല. ചക്കന്റെ സീസൺ അല്ലേ ഇപ്പൊ? അതെ, ഇപ്പൊ ചക്ക സീസൺ ആണ്, മാങ്ങ സീസൺ ആണ് അല്ലേ? അപ്പൊ എന്തായാലും ചക്ക ചിക്കൻ എനിക്ക് തോന്നുന്നു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കോമ്പിനേഷൻ ഒരു സംഭവം കിടിലമായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ചക്ക ചിക്കൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ എത്തിയിരിക്കുന്നത് ഹാഷിമിക്കയാണ്. ഹാഷിമിക്കയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹാഷിമിക്ക എവിടെയാണ്? സ്ഥലം എവിടെയാണ്? കോട്ടയമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഹാഷിമിക്കയുടെ ചക്ക ചിക്കൻ എങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ള AV നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഞാൻ ഇന്നുണ്ടാക്കുന്ന ചക്ക ചിക്കൻ ഒരു വിഭവമാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ കപ്പയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ചക്ക ചിക്കൻ കൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസാണ്. ചക്ക ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ നമുക്ക് താളിക്കാനായിട്ട് ചുവന്നുള്ളി അരിഞ്ഞത്, ചുവന്ന മുളക്, കരിയാപ്പല, കടുക്, വെളിച്ചെണ്ണ, പിന്നെ ചിക്കനും ചക്കയും. ചക്ക ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു ചൂടായ ഫ്രൈ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇടുക. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിന് പുറകെ ഇഞ്ചി ഇടുക. ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി ഇടുക. ചുവന്നുള്ളി നന്നായി ഒന്ന് വഴന്ന് കഴിയുമ്പം സ്വല്പം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടി ഇടുക, സ്വല്പം മല്ലിപ്പൊടി ഇടുക, സ്വല്പം ഗരം മസാല, സ്വല്പം കുരുമുളക് പൊടി, കരിയാപ്പല. ഇത്രയും ഇട്ട് നമ്മൾ നന്നായി ഒന്ന് വഴന്ന് കഴിയുക. ഒരു ബ്രൗൺ കളറ് വരുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ചിക്കൻ ഇടാവുള്ളൂ. ചക്ക ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വല്പം വെള്ളം ഒഴിക്കാം. അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ചിക്കൻ്റെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി പോകും. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം.
ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കുക്കിംഗ് ആവും. ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിക്കാം. പെട്ടെന്ന് അത്യാവശ്യം പെട്ടെന്ന് വേണ്ട ഒരു 10 മിനിറ്റാകും ഇത് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റെഡിയാവും. കുക്കറിൽ വേവിക്കുന്നതിനെക്കാട്ടും ചെറിയ തീയിൽ വെന്തെടുക്കുന്നതായിരിക്കും അതിനൊരു ടേസ്റ്റ് വരുന്നത്. ഏകദേശം ചക്ക ചിക്കൻ റെഡിയായിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചക്ക ചിക്കൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു, നമ്മുടെ കണ്ടസ്റ്റൻസും കണ്ടു. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എങ്ങനെയുണ്ട്? കൊള്ളാം. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടോ? ഹാഷിംക ഉണ്ടാക്കിയ പോലെ തന്നെ വന്നിട്ടുണ്ടോ അതോ അതുപോലെയൊക്കെ തന്നെ? എല്ലാവരുടെയും ഏകദേശം ഒരേപോലെയൊക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഹാഷിംക? കുഴപ്പമില്ല. മേളം മറക്കാത്ത സ്വാദിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഓൾമോസ്റ്റ് ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ 2 റൗണ്ട്സും നമ്മുടെ കണ്ടസ്റ്റൻസ് വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ആദ്യത്തെ റൗണ്ടിലെ ടോപ്പ് 3യിൽ വന്ന വിന്നേഴ്സിനെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിപ്പോൾ സർപ്രൈസ് ഡിഷിന്റെ റൗണ്ടും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ 3 പേരും ടേസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഹാഷിമിക്ക അതിനെ ഇവാലുവേറ്റും ചെയ്ത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ടോട്ടൽ സ്കോർസ് എല്ലാം ചേർത്ത് ഇന്നത്തെ എപ്പിസോഡിന്റെ ടോപ്പ് 3 പൊസിഷനിൽ വന്ന് നിൽക്കുന്ന വിന്നേഴ്സ് ആരൊക്കെയാണെന്നാണ് എന്റെ കയ്യിലിരിക്കുന്നത്. നോക്കിയാലോ? ഇന്നത്തെ എപ്പിസോഡിൽ വിത്ത് എ ടോട്ടൽ ഓഫ് 6 points 3rd പൊസിഷനിൽ എത്തി നിൽക്കുന്നത് സഫൂറ ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ്. സഫൂറ ചേച്ചി എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നാണ് ആ മുഖത്തുനിന്നൊക്കെ എനിക്ക് തോന്നുന്നത്, അല്ലേ? അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല ഞങ്ങൾക്ക്. എന്തായാലും ഇന്നത്തെ 2 ഡിഷും വളരെ നന്നായിട്ട് ചെയ്തു, അല്ലേ? തീർച്ചയായിട്ടും കൺഗ്രാറ്റുലേഷൻസ് സഫൂറ ചേച്ചി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ എപ്പിസോഡിന്റെ 2nd പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ആരാണ് എന്നാണ്. വിത്ത് എ ടോട്ടൽ ഓഫ്
8 points. At the second position, we have Naushad Ikka. Ikka, congratulations. അപ്പൊ ഞാൻ എനിക്ക് ഒന്നിനി ഫസ്റ്റ് പൊസിഷനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഹിസ്റ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വീണ്ടും പഴയ ആ ശീലത്തിലേക്ക് നമ്മൾ മടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ സർപ്രൈസ് ഡിഷിന്റെ 5 points കിട്ടിയിരിക്കുന്ന റസീല ചേച്ചിയാണ് വിത്ത് എ ടോട്ടൽ ഓഫ് 15 points ടു ദ ഫസ്റ്റ് പൊസിഷൻ. ലെറ്റ്സ് വെൽക്കം റസീല ചേച്ചി. ഭയങ്കര സന്തോഷമുണ്ട്. അതായത് എനിക്ക് ഇവിടുന്ന് ഇപ്പൊ ഈ മേളത്തിൽ വന്നതിൽ പിന്നെ എനിക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടിപ്പോ. അതായത് ജഡ്ജായിട്ടൊക്കെ ആൾക്കാർ വിളിച്ചു തുടങ്ങി. അപ്പൊ സാധാരണ എല്ലാരും നൗസാദിക്കാനാണ് കേട്ടോ വിളിക്കണേ. ഇപ്പൊ ഇവിടത്തെ കണ്ടസ്റ്റൻസ് ആയി. ഇക്ക വേറെ പണിയൊക്കെ നോക്കി തുടങ്ങുന്നത് നല്ലത്. അപ്പൊ എന്തായാലും റസീല ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വിന്നർ ആണ് റസീല ചേച്ചി. ഇന്നത്തെ എപ്പിസോഡിന്റെ ടോപ്പ് 3 പൊസിഷനിൽ എത്തി നിൽക്കുന്ന 3 കണ്ടസ്റ്റന്റ് ആണ് ഇവർ 3 പേരും. ഇനി ഇവർക്കുള്ള ഗിഫ്റ്റ്സ് കൊടുക്കാനുള്ള സമയമായി. ഇന്നത്തെ എപ്പിസോഡിൽ 3rd പൊസിഷനിൽ എത്തിയത് സഫൂറ ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ് സഫൂറ ചേച്ചി. 2nd പൊസിഷനിൽ എത്തി നിൽക്കുന്നത് നൗഷാദ് ഇക്ക. കൺഗ്രാറ്റുലേഷൻസ് നൗഷാദ് ഇക്ക. ആൻഡ് ഫൈനലി ഇന്നത്തെ 2 റൗണ്ട്സിലെയും ഫസ്റ്റ് പൊസിഷനിൽ എത്തി ഇന്നത്തെ എപ്പിസോഡ് വിന്നറായി നിൽക്കുന്നത് റസീല ചേച്ചി. ഇതോടുകൂടി നമ്മുടെ മറക്കാത്ത സ്വാദിന്റെ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലും മനോഹരമായ മുഹൂർത്തങ്ങളോടുകൂടി ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വരെ ദിസ് ഇസ് മേളം മറക്കാത്ത സ്വാദ് ടീം സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.